ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ ഗവർണർമാർക്കെതിരെ പല നീക്കങ്ങളും നടക്കുന്നുണ്ടെന്ന് സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. സർവകലാശാലയുടെ അധികാരം ഗവർണർക്കാണെന്ന് കോടതി തന്നെ പറഞ്ഞതാണ്. ഗവർണറാണ് ഭരണഘടനയുടെ സംരക്ഷണത്തിന് ഉത്തരവാദപ്പെട്ട ആളെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പോയതുകൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ലെന്നും കെ. സുരേന്ദ്രൻ വ്യക്തമാക്കി. ഗവർണറാണ് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ സംരക്ഷണത്തിന് ഉത്തരവാദപ്പെട്ട ആൾ. ഭരണഘടനയെ ശരിയായ നിലയിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാനുള്ള ഉത്തരവാദിത്വം ഗവർണർക്കുണ്ട്. അതൊരു തെറ്റായ കാര്യമല്ല. കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ തുടർച്ചയായി ഗവർണർമാർക്കെതിരായിട്ടുള്ള വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. അല്ലാതെ രാജ്ഭവൻ എന്തെങ്കിലും പ്രത്യേകം ചെയ്തതുകൊണ്ടല്ല. നിയമവിരുദ്ധമായ കാര്യങ്ങൾ നിയമസഭയെ പോലും നോക്കുകുത്തിയാക്കി സർക്കാർ ചെയ്തപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടായത്. ഇപ്പോൾ പ്രധാനമായിട്ട് ഉയർന്നു വന്നത് സർവകലാശാലകളുടെ നിയന്ത്രണത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ്. സർവകലാശാലകളിലെ നിയമനങ്ങൾ, അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള അധികാരം ചാൻസലർക്കാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചാൻസലറുടെ അധികാരം എടുത്തു കളഞ്ഞുകൊണ്ട് സർക്കാർ തോന്നിയതുപോലെ സർവകലാശാലകളിൽ ഇടപെട്ടത് കൊണ്ടാണ് ഇവിടെ പ്രശ്നമുണ്ടായത്. അല്ലാതെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഗവർണർ എന്തെങ്കിലും ഒരു പ്രശ്നം കുത്തിപ്പൊക്കിയതല്ല. മറ്റൊന്ന്, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു തർക്കം ഉയർന്നു വന്നത് ലോകായുക്തയുടെ കാര്യത്തിലുണ്ടായ കാര്യമാണ്. ലോകായുക്തയുടെ കഴുത്ത് ജരിച്ചത് പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ബില്ലുകളുമായിട്ട് വന്നപ്പോഴാണ് രാജ്ഭവൻ ഇടപെട്ടത്. രാജ്ഭവൻ്റെ ഡ്യൂട്ടിയാണത്, കടമയാണത്. അത് ആരിഫ് മുഹമ്മദ് ഖാൻ പോയതുകൊണ്ട് അത് അവസാനിക്കുമെന്ന് കരുതാൻ ന്യായമില്ല. കാരണം